ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഈ ഒരു സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പായസം തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാനിലേക്ക് 2-3 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു കൈപ്പിടി അളവിൽ ഉണക്കമുന്തിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി ബലൂൺ പോലെ നന്നായിട്ടൊന്ന് വീർത്ത് വരും, അതുവരേക്കും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് അണ്ടിപ്പരിപ്പും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ സേമിയ കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ സേമിയ ചേർക്കുന്നതിന് മുമ്പായിട്ട് നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ 1 കപ്പ് അളവിൽ സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറായി പോവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നാൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും കൈയെടുക്കാതെ വേണമെന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് വറുത്ത സേമിയ ആയാലും വറുക്കാത്ത സേമിയ ആയാലും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തിട്ട് വേണം പായസം തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ സേമിയ ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലൊന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ലിറ്റർ അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് അളവ് സേമിയയ്ക്ക് 1 ലിറ്റർ പാല് കറക്റ്റായിട്ടുള്ള ഒരു അളവായിരിക്കും. പാല് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ടൊന്ന് തിളച്ച് സേമിയ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം, അതുവരേക്കും ഒന്ന് തിളപ്പിച്ച് എടുക്കാം. സേമിയ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. സേമിയ വെന്ത് വരുന്നതിന് മുമ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സേമിയ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സേമിയ നല്ലതുപോലെ വെന്തിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സേമിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു അളവിന് കറക്റ്റായിട്ടുള്ളൊരു മധുരമായിരിക്കും. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരല്പം കൂടെ ഒന്ന് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ പായസത്തിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി പാൽപ്പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒരല്പം കൂടി ഒന്ന് കുറുക്കി എടുക്കാം. നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്തതുപോലെ തന്നെ അതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ പായസം റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ് ഈ ഒരു സേമിയ പായസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.